ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ലേറ്റ് നൈറ്റായിട്ടാണ് ചെയ്തത്. അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്തോനേഷ്യയുടെ ഒരു ദ്വീപ് വിലയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ ആ ദ്വീപിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ എമേർജ് ചെയ്ത് വാർത്തകൾ വീണ്ടും വരാൻ തുടങ്ങി. ഈ ഗാസയിലുള്ളവരെയും പാലസ്തീനുള്ളവരെയും താമസിപ്പിക്കാൻ വേണ്ടി. അത് പറയുന്നത് ഇന്തോനേഷ്യയുമായിട്ട് അടുത്ത് കിടക്കുകയും അതേപോലെ ബ്രൂണൈ, മലേഷ്യ അതിനും തൊട്ടടുത്തായിട്ട് കിടക്കുന്ന കാലിമണ്ടൻ എന്ന് പറയുന്നൊരു ദ്വീപാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 5,40,000 സ്ക്വയർ കിലോമീറ്ററാണ് ടോട്ടൽ ഈ ദ്വീപ്. അതിൻ്റെ മനുഷ്യവാസം വളരെ കുറവാണ്. അതിൻ്റെ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് അവിടെ ഏകദേശം 40-45 സ്ക്വയർ കിലോമീറ്ററിലാണ് ഒരാൾ. ആ രീതിയിലാണ് അവിടുത്തെ പോപ്പുലേഷൻ, ആ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത്. അതായത് ആ ഭാഗത്ത് ആകെ കംപ്ലീറ്റ് ആ ദ്വീപിൻ്റെ ആ ഭാഗത്ത് വെസ്റ്റേൺ സൈഡിലാണെങ്കിൽ ആകെ 30 ലക്ഷം പേരേ ഉള്ളൂ. അതുവാണെങ്കിൽ അവരാണെങ്കിൽ ഒരു കൂട്ടമായിട്ട് വേറെ ഭാഗത്ത് താമസിക്കും. ഇതിനകത്ത് ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറയും, സൈസ് ഓഫ് ഇതിൻ്റെ ഐലൻഡ് എന്ന് പറയുന്നത് ഈ ദുബായിയുടെ ഈ UAE-യുടെ 6 ഇരട്ടി വരും ഈ ദ്വീപ്. പിന്നെ മറ്റൊന്ന്, ഇത് മണലാരണ്യം അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് ഉള്ള സ്ഥലമാണ്. ഈ സുമാത്ര പോലെയുള്ള സ്ഥലത്തെ ഈ ഭൂകമ്പമൊക്കെ ഉണ്ടായി സുനാമി ഉണ്ടാകുന്ന സ്ഥലവുമല്ല. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഇഷ്ടംപോലെ പുഴകളും നദികളുമുണ്ട്, കുന്നുകളുണ്ട്, അതേപോലെ മലകളുണ്ട്, നല്ല ഫോറസ്റ്റാണ്, ഹൈലി ഫർട്ടൈൽഡ് ലാൻഡാണ്. ഇത് വെറുതെ കിടക്കുക ഈ സംഭവം. അപ്പം ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇന്തോനേഷ്യ അങ്ങോട്ടാണ് പണം കൊടുക്കുക. അപ്പോൾ ഇന്തോനേഷ്യയുടെ അത്രയും പണമില്ല ഈ ദ്വീപ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം ഇന്തോനേഷ്യയുടെ ഭരണത്തിലാണ് ആ ദ്വീപ്. അതാണ് ഓൾമോസ്റ്റ് അത് ഒരു ഓട്ടോണമസ് ആയിട്ട് പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്തോനേഷ്യക്ക് ഈ ദ്വീപ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഈ NBC ആണെങ്കിലും ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ മറ്റുള്ള പത്രങ്ങളൊക്കെ വരുമ്പോൾ ഈ ദ്വീപിൻ്റെ പേര് പറയുന്നില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ട്രംപിൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങൾ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്തോനേഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചു. അതേപോലെ തന്നെ അമേരിക്കയിലുള്ള പാലസ്തീൻ ഗ്രൂപ്പുകളുണ്ട്, പല ഫോറങ്ങളുണ്ട്, പല സംഘടനകളുണ്ട്, അവരുമായിട്ട് സംസാരിച്ചു. അതേപോലെ തന്നെ സൗദി അറേബ്യയായിട്ട് സംസാരിച്ചു, UAE ആയിട്ട് സംസാരിച്ചു. അതായത് ഓൺ ഗോയിങ് ഡിസ്കഷനാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെയാണ് ഈ സംഭവങ്ങൾ പുറത്ത് വരുന്നത്. എന്ത് ചെയ്യും, ഇങ്ങനെയാണ് അവരെ റീഹാബിലിറ്റേറ്റ്, ഈ സംഭവം റീകൺസ്ട്രക്റ്റ് ചെയ്യണോ, വെസ്റ്റ് ബാങ്ക് റീകൺസ്ട്രക്ഷൻ എന്നാണ്. കാരണം വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 11,000 പേരെ കൊല്ലപ്പെട്ടത്. അവിടെ അധികം ബിൽഡിങ്ങുകളൊക്കെ ഇല്ലാതായി. അപ്പം അങ്ങനൊരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു ആശയം വരികയും ഇപ്പോൾ ഇവരെ ഇന്തോനേഷ്യയിലോട്ട്, അതായത് ഈ ദ്വീപിലോട്ട് മാറ്റുവാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക്, ഈ വെസ്റ്റ് ബാങ്കിലുള്ളവർക്കാണെങ്കിൽ ഗാസയിലുള്ളവർക്കും അവിടെ വളരെ കുഴപ്പമില്ലാതെ, കാരണം ഈ പറയുന്ന ഹൈലി ഫർട്ടൈൽഡാണ്, അവിടെ വെള്ളത്തിന് പ്രശ്നമില്ല. അതേപോലെ തന്നെ അവിടെ ഹൈഡ്രോ പവർ ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ പുഴകളൊക്കെ ഉണ്ട്. അതായത് ഹൈഡ്രോ പവർ ഉണ്ടാക്കാനുള്ള കുഴപ്പമില്ല. അതുപോലെ നല്ലപോലെ കൃഷി ചെയ്ത് ജീവിക്കാനും പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില എമർജിങ് സ്റ്റോറീസ് വരുന്നത്, ഈ ബേസിക്കലി ഈ വെസ്റ്റ് ബാങ്കിലും ഈ ഗാസയിലുള്ളവർക്ക് ഈ മറ്റുള്ള പല രാജ്യങ്ങളാണ് ഈ സഹായം കൊടുക്കുന്നത് എല്ലാ മാസവും. ഫുഡാണെങ്കിലും ആഹാരം, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഇസ്രായേൽ, വെള്ളം കൊടുക്കുന്ന ഇസ്രായേൽ, മറ്റു പല രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇതൊക്കെ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെയുള്ളവർ ഒരു ജോലിയും ചെയ്യാതായി. അവർ ഈ പറയുന്ന മദ്രസ പഠനവും പിന്നെ ഈ പണം എടുത്തിട്ട് ദൂർത്തടിക്ക്, പിന്നെ ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് പല രാജ്യങ്ങളുടെയും ആവശ്യം. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം പലയിടത്തും പല രാജ്യങ്ങൾ കൊടുത്തിട്ട് ഇവർ വെറും മടിയന്മാരായിട്ടങ്ങ് മാറി. ആകെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞ് മദ്രസ പഠനം, പിന്നെ നടക്കുന്നത് അവിടെ ക്യാമ്പുകളിൽ നടക്കുന്നത്, റെഫ്യൂജി ക്യാമ്പുകളിൽ നടക്കുന്ന മദ്രസ പഠനം, പിന്നെ ഉള്ളത് ഈ ടെററിസമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവം മാത്രമല്ല, ഇസ്ലാമിക ടെററിസം. ഇത് എങ്ങനെ മാറ്റാൻ സാധിക്കും? കാരണം എപ്പോഴും എല്ലാ രാജ്യങ്ങളും ഇത് ഡിപ്പെൻഡ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനി പ്രാക്ടിക്കലായിട്ട് നടക്കുകയില്ലെന്ന് പല രാജ്യങ്ങളും പറഞ്ഞിരുന്നു. കാരണം ഈ ഇസ്രായേലിൻ്റെ ഗാസയിൽ വന്ന് ഗാസ
ബോർഡറിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും. ഇതേപോലെ തന്നെ അതിഭയങ്കരമായ ഇസ്ലാമിക രീതിയിലുള്ള ടെററിസത്തിൻ്റെ ഒറിജിൻ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഈ സ്ഥലം സംഭവം മാറി. അപ്പോൾ അവർ ജോലി ചെയ്ത് ആ രീതിയിൽ ഇവർക്ക് സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും പണിത് കൊടുക്കുവാൻ വേണ്ടി അമേരിക്ക തയ്യാറാണ്. അതേപോലെ മറ്റുള്ള രാജ്യങ്ങൾ. ഇത് ട്രംപിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ഈ ഇന്തോനേഷ്യയുടെ ആ ദ്വീപിലോട്ട് ഇതിനെ മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ദ്വീപിനെ പറ്റിയൊക്കെ വായിച്ചു കഴിയുമ്പോഴാണ് പിടികിട്ടുന്നത് നല്ലൊരു കറക്റ്റ് ഡിസിഷൻ. ഇനി ഇവർ ഈ പറയുന്ന പോലെ ഈ പാലസ്തീനും ഈ ഗാസയും എന്നോട് ഒരുമിച്ച് പോകുന്ന ഒരു വലിയ വലിയ പാടാണ് അത്. കാരണം അത്രമാത്രം ഇവർ തമ്മിൽ പ്രശ്നമായി പോകും. കാരണം ഈ പാലസ്തീൻകാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ലേബറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലിലാണ്. കാരണം ഇവിടെ വന്ന് ജോലിക്ക് വരുന്ന ഒരാഴ്ച കഴിഞ്ഞ് അവർ തിരിച്ച് ഗാസയിലോട്ട് പോകുന്നു, വെസ്റ്റ് ബാങ്കിലോട്ട് പോകുന്നു. ഈ അറ്റാക്ക് ഉണ്ടായ ശേഷം ഒരൊറ്റ ഒരു പാലസ്തീൻകാരെ അവിടെ കയറ്റിയിട്ടില്ല. കാരണം അവന് ജോലിയില്ലാതായി, അതിന് ലേബർ വർക്ക് ഇല്ലാതായി. അവിടെ ഈ ഗാസയിലാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയില്ല. കാരണം അവിടെ ആകെ ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങോടുകൂടി ആഹാരം കഴിക്കുന്നു. പിന്നെ ഈ ഇഷ്ടം പോലെ ഇറാനും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഫണ്ട് കൊടുക്കുന്നു. അത് ഖത്തർ ഫണ്ട് കൊടുക്കുന്നു. മറ്റുള്ള ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഫണ്ട് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ വെപ്പൺസ് മേടിച്ച് പൂർണ്ണമായിട്ട് തീവ്രവാദികളായിട്ട് ജീവിക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്ന കേരളത്തിൽ ഒത്തിരി സുഡാപ്പികളുണ്ട്. അപ്പം ഇങ്ങനൊരു ആശയം മുന്നോട്ട് വന്ന് അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പോകുക എന്നുള്ളത് ഏകദേശം ധാരണയായി. അതാണ് പുതിയ എമേർജിങ് ന്യൂസിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പല ആൾക്കാർ, അതായത് ഈ വാർ തുടങ്ങിയ ശേഷം കഴിഞ്ഞ 15 മാസത്തിനുള്ളിൽ ഏകദേശം 3,60,000 പലസ്തീൻകാരും ഗാസക്കാരുമാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട്. ഈജിപ്തിൽ പോയിട്ടുണ്ട്, മറ്റ് പല ഭാഗത്തും പോയിട്ടുണ്ട്. അപ്പം ഇവർക്കവിടെ തിരിച്ചു വിടണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ താല്പര്യം. കാരണം ഇവർ ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ വരണ്ട, മറിച്ച് ഇവർ പുതിയ സ്ഥലം ഉണ്ടാക്കുന്നിടത്ത് അവിടെ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇവരെ മാറ്റാം. അപ്പം അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ മനസ്സിലാക്കുക, ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരും ഗ്രാജുവലായിട്ട് അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് അമേരിക്കൻ ഇസ്രായേലി പ്ലാൻ എന്ന് പറയുന്നത്. കാരണം അത് സക്സസ് ആകാനുള്ള വളരെയധികം, കാരണം നമ്മൾ എങ്ങനെ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഒരു 95% ഈ കാലിമണ്ടൻ എന്ന് പറഞ്ഞ ആ ദ്വീപിലോട്ട് ഇവർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 26 ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഈ പറയുന്ന ഗാസയിലാണെങ്കിലും വെസ്റ്റ് ബാങ്കിലായിട്ടും പല ഇവർക്കൊന്നും ഞാനിവിടെ പോയി കണ്ടിട്ടുണ്ട്. കാരണം ഈ നേരത്തെ തന്നെ ഇവരുടെ ജീവിതം വളരെ വളരെ മോശം. ഈ കേരളത്തിൽ പറയുന്ന സുഡാപ്പികൾ പറയുന്ന പോലൊന്നും അല്ല. കാരണം അവർക്ക് പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല, വെള്ളം തന്നെ അവർ കൊടുക്കണം, ഇസ്രായേൽ കൊടുക്കണം. അവിടെ ആകെയാണ്. കാരണം ഇവർക്ക് ജോലിയും പരിപാടിയും ഒന്നുമില്ല. ഭൂലോക മടിയന്മാരായിട്ടങ്ങ് മാറി. അവരുടെ ജീവിതം തന്നെ ഏറ്റവും മോശം. നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇവരുടെ ഡ്രസ്സാണെങ്കിൽ ഇവരെങ്ങനെയാണ് പോകുന്നത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്ത്രീകളധികം ചാക്കിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്കും പിടികിട്ടും എങ്ങനെയുള്ള ലൈഫാണ്. കാരണം ആകെ ഉള്ളതാകെ ഇസ്ലാമിക സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പുല്ലോ. ഞാൻ ഈ പറയുന്ന ഗാസയിൽ ഞാൻ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഗാസയിൽ. എനിക്ക് ഗാസ അറിയാം. ഈ പറയുന്ന ഒരു സമയത്തൊരു ബസ്ലിംഗ് സംഭവമായിരുന്നു. പിന്നീട് അതിൻ്റെ അകത്ത് ഇസ്ലാമൊക്കെ കയറി വന്ന് ആലമ്പാക്കി മാറ്റി. ഇതിനകത്ത് ഇസ്രായേൽ അമേരിക്ക അക്സെപ്റ്റ് ചെയ്തൊരു സംഭവമുണ്ട്. ഈ പാലസ്തീൻ ഭാഗത്തുള്ള ഗാസ ഭാഗത്തുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരെ കൂടെ പോകട്ടെ എന്നുള്ളതാണ്. അപ്പം അതുമായിട്ട് എത്രമാത്രം ഈ പലസ്തീൻ ക്രിസ്ത്യൻസ് അനുകൂലിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ടോക്സ് ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഹമാസിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അത് മിനി പാകിസ്ഥാനാണ്. അപ്പം അങ്ങോട്ട് ഇവർ പോകുമ്പോൾ നമുക്കെല്ലാം കൂടെ ഇവരെ മിനി പാകിസ്ഥാൻ, അവരുടെ ഹമാസിൻ്റെ ഇത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ട്, അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെയും കൂടെ ഈ കാലിമണ്ടൻ ദ്വീപിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ സമാധാനം. കാരണം നിങ്ങൾക്കന്ന് പാകിസ്ഥാനിൽ പോകാൻ പറ്റിയില്ല. ഇതൊരു നല്ല ഓപ്പണിങ് ചാൻസ്. കാരണം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ ടെററിൻ്റെ സംഭവം, സ്വന്തമായിട്ട് പൊട്ടിച്ചാവുക. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശമാണ്, നിങ്ങളതുകൊണ്ട് ഈ പറയുന്ന കാലിമണ്ടലിലോട്ട് പോയിട്ട് നിങ്ങളവിടെ കിടന്ന് പൊട്ടിച്ചാകുകയോ എന്ത് വേണം ചെയ്തു, ഊറികളെടുത്ത് പോവുകയോ പോകാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ജീവിക്കണ്ടല്ലോ. ഇതെൻ്റെ ഒരു നല്ല സജഷനാണ്. അപ്പോൾ കേരളത്തിലെ സുഡൂസൊക്കെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു തീരുമാനത്തിൽ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പോകുന്ന സമയത്ത് ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു മിലിത്തിയോസ്
തിരുമേനിയുണ്ട്, മറ്റേ ബിഷപ്പുണ്ട് തൃശ്ശൂർ, പുള്ളിയെ കൂടെ കൊണ്ടുപോകണം. യാക്കോബ സഭയുടെ ഒരു കൂർലോസ് ഉണ്ട് മറ്റേ കോലഞ്ചേരി, പുള്ളിയെ കൂടെ കൊണ്ടുപോയിക്കാണ്. അല്ലെങ്കിൽ ഞാൻ ഇവർ രണ്ടുപേരോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിർബന്ധിച്ച് നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി പറയാം. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ.